അമേരിക്ക ബന്ധം ഇപ്പോഴും പൂർണ്ണമായും പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. ചർച്ചകളൊക്കെ അങ്ങനെ പുരോഗമിക്കുകയാണ്. താരിഫ് ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ നടക്കുന്നു. ഇതിൻ്റെ സൂചനയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്, അമേരിക്കൻ കമ്പനികളെല്ലാം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അമേരിക്കയിൽ ഉൽപ്പാദനം നടത്തണം, വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ പിഴ നിങ്ങൾക്ക് മേൽ ചുമത്തുമെന്നൊക്കെ. ഇതൊക്കെ പറയുമ്പോഴും അമേരിക്കൻ കമ്പനികൾ വൻതോതിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുകയാണ്. അമേരിക്കയിലെ വമ്പൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഇലായ ലില്ലി എന്ന് പറയുന്ന കമ്പനി, ഈ കമ്പനി ഇന്ത്യയിൽ $1 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. 1-2 രൂപ അല്ല, $1 മില്യൺ പ്ലാൻ ചെയ്തിട്ടുള്ളത്. റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് കമ്പനികളുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുവാനും സപ്ലൈ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാനുമാണ് ഈ ഒരു LI ലില്ലി എന്ന് പറയുന്ന കമ്പനി പ്ലാൻ ചെയ്യുന്നത്. $1 മില്യൺ എന്ന് പറയുന്നത് നിസ്സാരമായൊരു തുകയല്ല, വലിയൊരു തുക തന്നെയാണ്. അമേരിക്കയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ബയോടെക് കമ്പനികൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, ഇവരെല്ലാം തന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. LIM റിസർച്ച് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയുണ്ട്. ഇവർ $1 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹൈദരാബാദിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ, തെലങ്കാനയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതുപോലെ ഉത്തർപ്രദേശിലും വരുന്നുണ്ട്. ആമസോൺ വെബ് സർവീസ് $13 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് 2030 ഇന്ത്യയിൽ നടത്തുമെന്നാണ് പറയുന്നത്. ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റ സെന്ററുകൾ തുടങ്ങിയവയിലാണ് ഇവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തും ആമസോൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഓൾറെഡി ആപ്പിൾ, ഫോക്സോൺ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞു. ഇതിനു പുറമെ അമേരിക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ടെലികോം എക്വിപ്മെന്റ് കമ്പനികൾ, നെറ്റ്വർക്കിംഗ് കമ്പനികൾ, ഇവരെല്ലാം തന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിലെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറെടുക്കുകയാണ്. ടെസ്ല അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിൽ വൈകാതെ തന്നെ നേരിട്ട് വലിയ നിക്ഷേപങ്ങൾ നടത്തുമെന്നാണ് സൂചന. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് ഇത്രയൊക്കെ എതിർത്തിട്ടും അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു സ്റ്റേബിൾ എക്കോണമിയാണ് എന്ന് പൊതുവെ ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയിലുണ്ട്. രണ്ടാമത്, ഇന്ത്യൻ ഭരണകൂടം വളരെ കൃത്യമായ പോളിസിയോട് കൂടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചാഞ്ചാടി കളിക്കുന്നില്ല. ഇപ്പോൾ ട്രംപിന്റെ കേസിൽ ഇല്ലാത്ത ട്രസ്റ്റ് ഇന്ത്യയുടെ കാര്യത്തിൽ ലോക കമ്പനികൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ടിടുന്ന 2 രാജ്യങ്ങൾ ഇന്ത്യയാണ്. അതിലൊന്ന്, ഏറ്റവും കൂടുതൽ മനുഷ്യർ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിലാണ്. പോപ്പുലേഷൻ കൂടുതൽ ഇവിടെയാണല്ലോ. രണ്ടാമത് അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങളിൽ ലോകത്ത് 3-ാം സ്ഥാനത്താണ് അമേരിക്ക. അതിൽ ചൈന ജനാധിപത്യ രാജ്യമല്ല. ഇന്ത്യയും അമേരിക്കയുമാണ് ജനാധിപത്യ രാജ്യങ്ങൾ. അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിൽ 1-ഉം 2-ഉം സ്ഥാനത്താണ് ഇന്ത്യയും അമേരിക്കയും ഉള്ളത്. അതുകൊണ്ട് അമേരിക്ക ഒരു സുരക്ഷിത ഇടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന കമ്പനികൾക്ക് അടുത്ത ഏറ്റവും മികച്ച ഓപ്ഷൻ നേരത്തെയൊക്കെ യൂറോപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ യൂറോപ്പിലേക്ക് അവർ അടുക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെ എണ്ണം വളരെ കുറവാണ്. സ്കിൽഡ് ലേബർ അവിടെ വളരെ കുറവാണ്. സ്മാർട്ടായിട്ടുള്ള തൊഴിലാളികളെ കിട്ടാനുള്ള, യൂറോപ്പിലൊക്കെ വിവിധ മേഖലകളിൽ ഇന്ത്യക്കാരും ചൈനക്കാരും അല്ലെങ്കിൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെയാണ് ഇന്ന് ജോലി ചെയ്യുന്നത്. കാരണം അവിടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ കിട്ടാനില്ല. ആ അവസരത്തിൽ ഒരിക്കലും ഈ അമേരിക്കൻ കമ്പനികൾക്ക് നേരെ പോയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗൾഫ് രാജ്യങ്ങൾ അതുപോലെ തന്നെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയും അവരെ പോലെ നിലനിൽക്കുന്നത് ഇന്ത്യക്കാരുടെയൊക്കെ സഹായത്തോടെയാണ്. പിന്നെയുള്ളത് വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളാണ്. വിയറ്റ്നാമിൽ ഈ ജപ്പാനിലും ചൈനയിലും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഏജിങ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. അവിടെയും പ്രായമായ ആൾക്കാരുടെ എണ്ണം കൂടുന്നു, യുവാക്കളുടെ എണ്ണം കുറയുന്നു. താരതമ്യേന പോപ്പുലേഷൻ വളരെ കുറവുള്ള ഒരു രാജ്യം കൂടിയാണ് വിയറ്റ്നാം. മാത്രമല്ല ചൈനയുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഒക്കെ വിയറ്റ്നാമിന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ ഇപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. പക്ഷെ ഇന്ത്യയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിലുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേപ്പാളിനെയും ബംഗ്ലാദേശിനെയും ഒക്കെ കണ്ടതുപോലെ അട്ടിമറികൾ ഇന്ത്യയെ വീഴ്ത്താൻ കഴിയില്ല. ഇനി ചൈനയോ പാകിസ്ഥാനോ യുദ്ധം ചെയ്ത് ഇന്ത്യയെ വീഴ്ത്തിക്കളയാമെന്ന് വെച്ചാൽ അതിനും കഴിയില്ല.
ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള ഇൻഫ്ലുവൻസ്, വിശ്വാസ്യത, നമ്മളിപ്പോൾ റഷ്യയുമായിട്ട് പുലർത്തുന്ന വിശ്വാസ്യത, വാക്കുകൾ കൊണ്ട് കൊടുക്കുന്ന വാല്യൂ, നയതന്ത്രത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പുലർത്തുന്ന ജാഗ്രത, അതുപോലെ തന്നെ വിശ്വാസ്യത വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ഏതൊരു കമ്പനിയും എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇന്ത്യ അവർ നോക്കുന്ന സമയത്ത് അമേരിക്കൻ കമ്പനികൾ അമേരിക്ക വിട്ടാൽ പിന്നെ എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഇന്ത്യയാണ്. കാരണം പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, ഇന്ത്യ സ്വയം ഒരു വലിയ വിപണിയാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ആൾക്കാരുടെ കയ്യിൽ പൈസയുണ്ട്, ഈ പൈസ വളരെ പവർഫുൾ ആയിട്ടുള്ള മണിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു രൂപ കൊണ്ട് വാങ്ങാൻ കഴിയുന്ന അത്രയും സാധനങ്ങൾ ഒരിക്കലും ഒരു അമേരിക്കക്കാരന് തത്തുല്യമായ അമേരിക്ക ഡോളർ കൊണ്ട് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയുടെ പർച്ചേസിംഗ് പവർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് GDP പർച്ചേസ് ഫോർ പാരിറ്റിയിൽ 3rd പൊസിഷൻ ഇന്ത്യയാണ്. അറൗണ്ട് ഒരു 18 ട്രില്യൺ US$ അപ്പോൾ അത്രയും വാങ്ങൽ ശേഷിയുള്ള ഒരു രാജ്യം. അതുപോലെ തന്നെ ഇപ്പോൾ ചൈനയെ പോലെ ജനാധിപത്യമല്ല എന്നൊരു പ്രശ്നമില്ല. ചൈനയിൽ നിന്ന് കമ്പനികൾ മാറാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് തായ്വാനെ ഇന്നല്ലെങ്കിൽ നാളെ ചൈന ആക്രമിക്കും. അങ്ങനെ വരുമ്പോൾ അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉറപ്പായിട്ടും ചൈനയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തും. ഇത് ഈ കമ്പനികളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഇതിന് പുറമെ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള കമ്പനികൾക്ക് ചൈനയിൽ ഇൻവെസ്റ്റ്മെന്റ് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനികൾ ഇന്ത്യയിലാണ് കൂടുതലായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്ക കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ ഏറ്റവും വലിയ വിപണി ഇന്ത്യയാണ്. പല കമ്പനികളും അമേരിക്കയേക്കാൾ വലിയ വിപണിയായിട്ടാണ് കാണുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർബാധം തുടരുകയാണ്. അതിപ്പോൾ ട്രംപ് എന്നല്ല ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല എന്ന് നമുക്ക് വ്യക്തമായ കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായിട്ടുള്ള ആപ്പിൾ പോലും അമേരിക്ക പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, ട്രംപ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവർ ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ തുടരുകയാണ്. ഇതിന് പുറമെയാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ഒരു സൂചന കൂടിയാണ് നൽകുന്നത്. അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ അമേരിക്കൻ തമ്മിൽ പതിയെ ഒരു വ്യാപാര കരാറിലേക്ക് പോകുമെന്ന് വെച്ചാൽ ഈ വർഷം അവസാനത്തോടെ അടുത്ത വർഷം ആദ്യത്തോടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് സൂചന. ഇതിനു പുറമെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ടെക്നോളജി രംഗത്ത് ഒരു ബൂം അത് നമ്മൾ കാണാതെ പോകരുത്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അതിശക്തമായ പുരോഗതി, കണക്ടിവിറ്റിയിൽ നമ്മുടെ രാജ്യം ഇപ്പോൾ സമീപ ഭാവിയിൽ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ, ഇതെല്ലാം കൂടുതൽ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ഗൂഗിളും ഒന്നും ഇല്ലാതെ ഒരു കാലത്തെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ഇത്രയൊക്കെ ട്രംപ് മസിൽ പിടിച്ചാലും ട്രംപിനെ പതിയെ അയേണ്ടി വരും. കാരണം ഈ കമ്പനികളുടെ പ്രഷറിനെ അതിജീവിക്കാൻ ഒന്നും ട്രംപിനെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ അമേരിക്കൻ എക്കണോമിയെ താങ്ങി നിർത്തുന്നതിൽ നിർണായകമായ പങ്ക് ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഫേസ്ബുക്ക്, ടെസ്ല പോലുള്ള കമ്പനികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനികളെ എല്ലാം പിണക്കിക്കൊണ്ട് അവർക്കൊന്നും ഒരു നിലനിൽപ്പും സാധ്യമല്ല അമേരിക്കയ്ക്ക്. അതൊരു യാഥാർത്ഥ്യമാണ്, ട്രംപിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എതിർ സ്വരങ്ങൾ ഉയർത്തിയാലും പതിയെ ട്രംപ് കണ്ണടച്ചു കൊടുക്കുന്നെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ, ഇന്ത്യയിൽ വരാതെ ഒരു നിലനിൽപ്പിന് അമേരിക്കൻ കമ്പനികൾക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി മാത്രമല്ല അമേരിക്കക്കാർ ഓൾറെഡി വേറൊരു കാര്യവും പറയുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജോലി തട്ടിയെടുക്കുന്നു, അവിടേക്ക് പോയിട്ട് അവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്നല്ല പറയുന്നുണ്ടല്ലോ. അപ്പോൾ കമ്പനികൾക്ക് ഇനി ഇന്ത്യക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയ തുക ചിലവ് വരും. അതുകൊണ്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്തിന് ഇന്ത്യക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകണം, പകരം ഇന്ത്യയിൽ തന്നെ അവരുടെ ഒരു ഓഫീസ് അങ്ങ് തുറന്നാൽ പോരെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ജോലി കൊടുത്താൽ മതിയല്ലോ, അവരുടെ സേവനം ഇന്ത്യയിൽ തന്നെ ഉറപ്പുവരുത്താൽ മതിയല്ലോ, അമേരിക്കയ്ക്ക് കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും. അമേരിക്ക +1 എന്ന് പറയുന്ന ഒരു പോളിസിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നാളെ ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈ കമ്പനികളെ ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്ത് കൂടി അവർക്കൊരു ബേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനികൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന കണക്കുകൂട്ടലും അവർക്കുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള ഒരു സാധ്യതയാണ് ഇനി കാണുന്നത്. അത് പ്രസിഡന്റ് ട്രംപ് എന്നല്ല, ഇനി ഏത് കൊമ്പം വിചാരിച്ചാലും അതിനെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.